പെരുന്നാളിനുള്ള നോമ്പ് ഒക്കെ പ്രമാണിച്ച് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ബീഫാണ്. ഇത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ബഫല്ലോ തന്നെയാണ്, പോത്തിറച്ചി തന്നെയാണ്. പശു ഇറച്ചി കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. കൂട്ടത്തിൽ അതും പറയാം. ഇതിലേക്ക് 2 ഇതള വേപ്പില, ഇത് 3 ഇതള് പോലെ നിങ്ങൾക്ക് തോന്നും. ആക്ച്വലി ഇത് 2 ഇതളേ ഉള്ളൂ. കാരണം ഒരു ഇതളിലാകെ ഒരു ഇല മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള, ഒരു 5 വെളുത്തുള്ളി അല്ലി, 5 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഇത്രയും സാധനങ്ങൾ ഇടാം. ഇതിലേക്ക് പൊടികൾ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു 1.5 സ്പൂൺ ഉപ്പ്, വേണമെങ്കിൽ പിന്നീട് ഇടാം. ഒരു സ്പൂൺ പെരിഞ്ചീരകം, ഒരു സ്പൂൺ നിറച്ചെടുത്തോളൂ കേട്ടോ. പെരിഞ്ചീരകം പൊടികളിൽ സ്വാദ് കൂടുള്ളൂ കുറയും. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. എരിവ് അത്ര അധികം ഉണ്ടാവില്ല. 1.5 സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടു. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1.5-2 സ്പൂൺ ഇടാം. ഒരു സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ ബീഫ് മസാല, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ഇതെല്ലാം കൈകൊണ്ട് നന്നായി തിരുമ്മി പിടിക്കുക. ഈ തിരുമ്മി പിടിപ്പിക്കുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ നല്ല ശക്തിയിൽ തന്നെ തിരുമ്മി പിടിക്കാൻ ശ്രദ്ധിക്കണം. ആ തക്കാളിയും സവോളയും മുളകും ഒക്കെ ഇതിൽ എന്താ പറയുക പിഴിഞ്ഞ് അതിൻ്റെ സത്ത് ഇതിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ട് നന്നായി ശക്തിയിൽ തന്നെ പിഴിയും. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ കൊത്തിടാം. സ്വാദിലുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ എണ്ണ ഒഴിക്കാം, നാരങ്ങ നീരൊഴിക്കാം, ഒരു നാരങ്ങ നീര്, അല്ലെങ്കിൽ ഒരു സ്പൂണോളം സുർക്ക ഒഴിക്കാം, വിനാഗിരി. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. പക്ഷേ നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നു. അതിനുശേഷം കുക്കർ നന്നായിട്ട് മൂടി വയ്ക്കുക. തീ കത്തിക്കുക. ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഈ പ്രഷർ എന്തെങ്കിലും വ്യത്യാസമാകും. എന്തായാലും ആദ്യത്തെ ഒരു വിസിൽ ഫുൾ തീയിലും പിന്നീടുള്ള 4 വിസിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലും വെക്കാം.
ഒരുവിധം ബീഫൊക്കെ വേവും. നിങ്ങൾ ബീഫ് നുറുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് വേവുള്ള ബീഫാണോ പെട്ടെന്ന് വേവുന്ന ബീഫാണോ എന്നൊക്കെ. കാരണം മുറിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അറ്റുപോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേവും ആ ബീഫ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ അവിടെ തന്നെ അറിയാൻ മാർഗമുണ്ട്. അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഈ വരുന്ന വിസിലിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. ചില ബീഫൊക്കെ വേവാൻ ഒരുപാട് വിസിലുകൾ വേണം, 8-9 വിസിലുകൾ വേണം. നമുക്കിവിടെ ഒരു 5-6 വിസിൽ, അത് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെയുള്ള ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി അല്പം മിനുക്കുമണികൾ കൂടി ഇതിനകത്ത് നമ്മൾ പ്രഷർ കുക്കറിന് ബീഫ് നമ്മൾ വാങ്ങി വെച്ചു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ്, നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അനുഭവം. ഇത് 4 സ്പൂൺ ഒഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടാകും, പക്ഷെ 4 സ്പൂണിൽ ഒരു 3 സ്പൂൺ തന്നെയുള്ളൂ കേട്ടോ. 1 സ്പൂണിൽ കാര്യമായൊന്നും വന്നില്ല. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു പകുതി തക്കാളി, ഒരു തണ്ട് വേപ്പില, ഒരു 1.5 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുക്കി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് വേവിച്ചതാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇടാം. ഒന്ന് ചൂടായി വരണം, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് മുരിഞ്ഞ് വരണം. ഇത് വെന്തരിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് അല്പം ഉപ്പ്, അല്പം കുരുമുളക്, ഒരു സ്പൂണൊന്നും വേണ്ട, ഒരു 1/2 സ്പൂണൊന്നും മതി കേട്ടോ കുരുമുളക്. എത്രയും ഇടുക. വീണ്ടും ഒന്ന് ഇളക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെന്തരിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ബീഫ് അടങ്ങുന്ന ബീഫ്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി പൊടികൾ അങ്ങനെയൊക്കെയുള്ള സാധനം ആ വെള്ളത്തോടുകൂടി കുറച്ചിട്ട് വെള്ളം ഉണ്ടാവുള്ളൂ, അതോടുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നന്നായി ഇളക്കുക. ഉരുളക്കിഴങ്ങിലേക്കും തക്കാളിയിലേക്കും മസാല ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസാലയിൽ വേവിച്ചതല്ല എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നാലേ അത് മസാലയിൽ കൊണ്ടുവരുള്ളൂ. ആ ഉരുളക്കിഴങ്ങ് ആ ബീഫിൽ ഇങ്ങനെ പൊന്തിക്കിടക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. നമുക്കിതിൻ്റെ എരിവും ഉപ്പും നോക്കാം. പാത്രമാണ്. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിനാഗിരി 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു നാരങ്ങ നീര് നമുക്ക് ചേർക്കാം. ഞാൻ പറയുകയാണെങ്കിൽ വേണ്ടി വരില്ല. ആവശ്യത്തിന് പുളി ഇപ്പം തന്നെ ഉണ്ടാവും, എങ്കിലും നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ അവസാനം വേണ്ടുന്ന കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കൂട്ടാം. ഇത്രയാണ് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരും.